ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ജലീൽ പുനലൂരിലേക്കാണ്. ശ്രീ ജലീൽ പുനലൂർ, ഈ ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ സംരക്ഷകരാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ പ്രതിഷേധങ്ങൾ നിങ്ങളുടെ പോഷക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന ഘട്ടത്തിലാണ്. ദാ നോക്കൂ, ആലപ്പുഴയിലെ ചാരമ്മൂട് DYFIയുടെ ആളുകൾ സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിക്കുകയാണ് ഒരു ക്രിസ്മസ് രാത്രിയിൽ. ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഈ സമയം ഈ വിഷയം ചർച്ച ചെയ്യുന്ന കേരളത്തിലെ ഒരു മാധ്യമം തന്നെ ജനം TV ആയിരിക്കും. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അല്ല, നട്ടാൽ കുറുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചാൽ അതൊന്നും ഈ രാജ്യത്തെ മാധ്യമങ്ങളും ഏറ്റെടുക്കില്ല, ജനങ്ങളും ഏറ്റെടുക്കില്ല. ഈ ഒരു ഗീബൽസ്യൻ സിദ്ധാന്തമുണ്ട്. പട്ടിയെ തല്ലിക്കൊല്ലണം, അതിനാദ്യം ആട്ടിനെ തല്ലിക്കൊല്ലണം, ആട്ടിൻകുട്ടിയെ. അതിനാദ്യം ആട്ടിനെ പട്ടിയാക്കും, പിന്നെ പേപ്പട്ടിയാക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. അത്തരം ഒരു ഗീബൽസ്യൻ സിദ്ധാന്തത്തിന്റെ ആവർത്തനം, നേർചിത്രമാണ് ഇപ്പൊ ഈ ചർച്ചയിൽ ഞാൻ കാണുന്നത്. ഈ ചുനക്കര ചാരുമൂടൊക്കെ എന്ന് പറയുന്നത് എന്റെ നാട്ടിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ പോകാൻ പറ്റിയ പുനലൂർ കായംകുളം റോഡിന് സമീപത്താണ്. അത് ഈ അനിൽ വിളയിൽ സാറൊക്കെ ആ നാട്ടുകാരനാണെന്ന് ഇപ്പൊ അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു അവിടെ എന്തായാലും പ്രതിപട്ടികയിൽ ഒരു RSSകാരനും എത്തപ്പെട്ടിട്ടില്ല എന്ന്. അപ്പൊ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ചുനക്കരയിലൊന്നും ഈ പറയപ്പെടുന്ന സാധനം വലുതായിട്ടില്ല. ഇതുപോലെ ആളുകൾ ഇങ്ങനെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു മലയാളി എന്നുള്ള നിലയിൽ വളരെ ആശ്വാസം പകരുന്നുണ്ട്. ഞാൻ സത്യത്തിൽ എനിക്ക് ഒന്ന് ഈ രണ്ടുപേരുടെയും വർത്തമാനം കേട്ടിട്ട് ഒന്ന് ചിരി വരുന്നു, മറ്റൊന്ന് സഹതാപം തോന്നുന്നു. കാര്യം ഉച്ച മുതൽ ഞാൻ ജനം TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് മനോരമ ചാനലാണെന്ന്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകൻ ശ്രീ അനിൽ നമ്പ്യാർജി അടക്കം മറ്റേ കരോൾ വസ്ത്രങ്ങളൊക്കെ, സാന്താക്ലോസിന്റെ വസ്ത്രമൊക്കെ അണിഞ്ഞ് എത്ര ആകർഷണീയമായ, എത്ര ഉന്മേഷം ഉണ്ടാക്കുന്ന സന്തോഷകരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അപദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നു. ഞാൻ വിചാരിച്ചു മനോരമയാണ്. പക്ഷെ ജനം TV ഇങ്ങനെ മാറിയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അല്ലല്ല, തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾ ഈ രീതിയിലേക്ക് വന്നത് കേരളമായതുകൊണ്ടും കേരളത്തിൽ DYFI പോലുള്ള യുവജന സംഘടനകൾ ഉള്ളത് കൊണ്ടും. അല്ല, പ്രധാനമന്ത്രിക്ക് ചർച്ചിൽ ലഭിക്കുന്ന സ്വീകാര്യതയൊന്നും താങ്കൾ കാണുന്നില്ലേ? ക്രൈസ്തവ സമൂഹം ആ സ്വീകാര്യത ഇന്ന് ബറേലിയിലും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും. അല്ല, നമ്മുടെ ആലപ്പുഴയിൽ നടന്ന സംഭവത്തിൽ താങ്കൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ 1-2 അമ്മമാർ, സ്ത്രീകൾ പ്രതികരിക്കുന്ന കണ്ടിരുന്നു. അവരൊരു സംഘടനയുടെ പേര് പറഞ്ഞായിരുന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ആ വന്നത് മുഴുവൻ പച്ചയായ DYFIക്കാരാണെന്നാണ് പറഞ്ഞത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണേ. പറഞ്ഞോളൂ. നിങ്ങളുടെ ആ ബൈറ്റ് ഞാൻ കണ്ടു. ആ അമ്മമാര് കൃത്യമായിട്ട് പറയുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായ പ്രായം ചെന്ന ഒരു അച്ഛനും പറയുന്നുണ്ട്. അപ്പോഴവിടെ ജനം TVയുടെ അവതാരകൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അങ്ങനെ പറയുന്നില്ല. അല്ലല്ല, അത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടെന്ന് പറയുന്നില്ല. ഇല്ലില്ല. പിന്നെ ജനം TVയുടെ അവതാരകനെ ചോദിക്കത്തുള്ളൂ, വേറെ ആരും അങ്ങോട്ട് ചെല്ലത്തില്ല. അത് വേറെ അജണ്ടയുണ്ട്. ഞങ്ങൾ ആൾക്കാരെ അത് ചോദിക്കാൻ ചെല്ലത്തുള്ളൂ. ജനം TVയുടെ താല്പര്യം അതാണ്. DYFIക്കാരാണോ? അപ്പോഴോ അല്ല, ഒരു കരോൾ സംഘത്തെ ഇങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ മർദ്ദിച്ചിട്ട് ഇവിടെ വേറൊരു മാധ്യമ പ്രവർത്തകനെ ചെന്ന് ചോദിച്ചില്ലല്ലോ. അതല്ലേ ജലീൽ സാർ എടുത്ത് പറയേണ്ടത്? വേറൊരുത്തരും ചോദിച്ചില്ലല്ലോ. ഇവിടെ കുറെ മാധ്യമങ്ങളുണ്ടല്ലോ. ഇന്ന് ഉത്തരേന്ത്യൻ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഒരു ജനം TV ഉള്ളു ഇതൊക്കെ ചോദിക്കണം. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അല്ല, കേരളത്തിന്റെ പാതിരാത്രികളിലെ നിശബ്ദതയിൽ സന്തോഷം വിതച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കരോൾ സംഘങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടി പായുന്നത് RSSന്റെ ഔദാര്യമല്ല, DYFI പോലെയുള്ള കരുത്തുറ്റ ഒരു ചെമ്പട ഈ നാട്ടിൽ കാവൽക്കാരായിട്ടുള്ളത് കൊണ്ടാണ്. അത് ഈ നാട്ടിലെ ക്രിസ്തീയ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ക്രിസ്തീയ സമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള കാസയുടെയും അതുപോലെ തന്നെ ബഹിരംഗങ്ങളുടെയും RSSന്റെയും ഒന്നും ഒരു ജൽപ്പനങ്ങളും വില പോകില്ല എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും തെളിയിക്കപ്പെട്ടു. BJP ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ സമൂഹമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ വേണ്ടത്ര ഫലം കിട്ടിയില്ലെന്നാണ്. ഞാനിനി ഒരു കാര്യം കൂടെ പറഞ്ഞോളാം. കേരളത്തിലെ BJPയെ ഇപ്പൊ കണ്ടാൽ കേരളത്തിലെ ഈ മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചതുപോലെ ഒരു മൊയ്തീനും കേരളത്തിലെ BJP ഇപ്പോൾ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ BJP സംഘടനാപരമായി നേരിടുന്ന ഏറ്റവും വലിയ ഗതികേടാണ് സഹതാപം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ BJPക്കാരും RSSും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ദേശീയ തലത്തിൽ BJPയോട് പറയണം, നമുക്ക് ഭരണം സുഖമായിട്ട് കൊണ്ടുപോകണം, ഇന്ത്യയെ നല്ലൊരു വികസിത രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ. താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് പോകാണ്. നിങ്ങളുടെ ആൾക്കാർ എന്തിനാണ് ഈ കരോളുകാരെ തല്ലിയത്? അത് പറ. അല്ല, കരോളുകാരെ ആരും തല്ലിയില്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. വിഷയത്തെ കുറിച്ച് എന്നെ ഒന്ന് പറയാൻ താങ്കൾ അനുവദിക്കുമെങ്കിൽ, ചുനക്കരയില് ഈ പറയപ്പെടുന്ന പ്രദേശത്ത് അവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. കരിമുളയ്ക്കൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് 2 ക്ലബ്ബ്, ഒന്ന് ലിബർട്ടി ക്ലബ്ബും അതുപോലെ മറ്റൊരു ക്ലബ്ബ് യുവ ക്ലബ്ബും.
ലിബർട്ടി ക്ലബിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർ തമ്മിൽ അസ്വാരസ്യം ഉണ്ടാകും. അത് ഡിവൈഎഫ്ഐ ഉണ്ട്, യുവമോർച്ച അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ കാണില്ല. അതുപോലെ തന്നെ AIYF-കാരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ നാട്ടുകാരുണ്ട്, മതം ഉള്ളവരും മതം ഇല്ലാത്തവരും എല്ലാവരും ഉണ്ട്. അത് കേരളത്തിന്റെ ഒരു പൊതു സമീപനം, കാരണം ഇത് UP അല്ലല്ലോ. അങ്ങനെയുള്ള ചുനക്കരയിൽ ഒരു സംഘടനയിൽ വേർതിരിവുണ്ടായി. അവർ യുവ എന്ന് പറയുന്ന ഒരു മറ്റൊരു ക്ലബ്ബ് ഉണ്ടാക്കി. 2 ക്ലബ്ബുകളുടെ കരോൾ സംഘങ്ങൾ ഒരേ സമയത്ത് പോലീസിന്റെ ഒരു വീഴ്ചയായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. മുഖാമുഖം വന്നപ്പോൾ ഒരു 2 വീലർ യാത്രക്കാരൻ ഒരു കരോൾ സംഘത്തെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുപോയി. അതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം, പാതിരാത്രിയിൽ അവിടെ ഒരു കശവിഷയം ഉണ്ടായി. അതിന്റെ പേരിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട, എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രതികൾ DVFI മറ്റുള്ളവരുണ്ട്. RSS മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും ഇല്ലാന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. കാരണം ആ 3 സാധനം അവിടെ ഇല്ല. ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അത്തരം പ്രാദേശികമായിട്ട് മനുഷ്യ സഹജമായിട്ട് കേരളത്തിലെ ഗ്രാമത്തിൽ ഉണ്ടായ ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് ഊതിപ്പെരുപ്പിച്ച് അതിന് ക്രിസ്ത്യാനികൾക്കെതിരാണ് DYFI എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ശ്രമമൊന്നും കേരളത്തെ പോലെ പ്രബുദ്ധരായ വിദ്യാസമ്പന്നരായ ഒരു ജനതയ്ക്ക് മുമ്പിൽ വിലപ്പോകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ വിശുദ്ധ പരിഷത്തുകാരൻ അറിയണം, പോപ്പുലർ ഫ്രണ്ടുകാരൻ അറിയണം, ജമാഅത്തെ ഇസ്ലാമി അറിയണം. ആ രീതിയിലുള്ള സകല വർഗീയവാദികളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ കാസയുടെ പ്രതിനിധിയെടുത്ത് എനിക്കൊന്ന് പറയാനുള്ളതേ, നിങ്ങളെയൊക്കെ സത്യത്തിൽ ഓർത്തിട്ട് ലജ്ജ തോന്നിപ്പോവുകയാണ്. നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നല്ലേ. ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ കുനിച്ചു നിർത്തിയ അച്ഛന്മാരെ ഇടിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ കൊലക്കളമായിട്ട് UP മാറുക. നിങ്ങളൊക്കെ ഇങ്ങനെ ആരെങ്കിലും പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ചാനലുകളിൽ വന്നു നിന്നുകൊണ്ട് ഈ നിഷ്ഠൂരമായ ഇത്തരം ഇതിനെയൊക്കെ ഈ ആക്രമങ്ങളെയൊക്കെ ന്യായീകരിക്കേണ്ട ഗതികേട് വല്ലാത്തൊരു ഗതികേടാണ്. ബറേലി കണ്ടോൺമെന്റ് പള്ളിയിലാണ് പാവപ്പെട്ടവർ രാത്രി ഇരുന്ന് പ്രാർത്ഥന നടത്തിയത്. ഈ പറയപ്പെടുന്ന അനിൽ സാറ്, നിങ്ങളുടെ ഇപ്പൊ പുതിയ കൂട്ടുകാരനുണ്ടല്ലോ അനിൽ സാറിന്റെ, അദ്ദേഹം ഭാരവാഹിയായ വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗിന്റെയും കൊള്ളസംഘം ക്രിമിനൽ സംഘമാണ് അവിടെ വന്നുകൊണ്ട് അത് അടിച്ചു പൊളിച്ചത്. അവിടെ പാതിരിമാർ ഓടി, കന്യാസ്ത്രീകൾ ഓടി. പറയാം, ഈ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് UP പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അവർ കണ്ണടച്ചു, നിഷ്ക്രിയമായി. ചില പോലീസുകാർ പോലും ഈ അക്രമത്തിന്റെ ഭാഗമായി. മറ്റൊന്ന് അതേ സ്ഥലത്ത് തന്നെ ഒരു മാളിൽ ഒരു സംഘർഷം ഉണ്ടായി. അലങ്കാരങ്ങൾ വെച്ചിട്ടുണ്ട്, ക്രിസ്തുവിന്റെ രൂപം ഉണ്ടായിരുന്നു. ശ്രീ ജലീൽ, ഇതൊക്കെ തന്നെയല്ലേ കേരളത്തിൽ നടന്നത്? താങ്കൾ ഈ UP-യുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിലും മോശമായ സംഭവമാണ് ഈ കേരളത്തിൽ നടന്നേക്കുന്നത്. ആ പ്രതിപട്ടികയിൽ മുഴുവൻ DYFI-കാരാണ്. അത് പറയുമ്പോൾ താങ്കൾ UP-യിലെ കാര്യം പറയുകയാണ്.